നമ്മൾ ഒരു നാടൻ സിമ്പിൾ ചക്കക്കുരു മാങ്ങി റെസിപ്പിയാണ് കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉപയോഗിക്കണം നോക്കിക്കോളൂ കേട്ടോ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് രുചികരമായിട്ട് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി കേട്ടോ. ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഫ്രോസനാണ്. ഇത് ഞാൻ മാങ്ങ കിട്ടിയപ്പോൾ തൊണ്ടെല്ലാം കളഞ്ഞ് മുറിച്ച് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ മുറിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചതാട്ടോ. അതുപോലെ തന്നെ ചക്കക്കുരു നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു 5-6 മാസമായി ഉണ്ടാവും. ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ച് മഞ്ഞളിട്ട് വേവിച്ച് വെച്ചു കേട്ടോ. അത്യാവശ്യം വെന്തതാണ്, ഫ്രോസനാണ്. അപ്പോൾ നമുക്കത് അതുകൊണ്ട് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും ഒരു 2 ഇടത്തര സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു. അതിലോട്ട് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു. ആ വെള്ളം തിളച്ചോട്ടെ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക കേട്ടോ. ഡീഫ്രോസ്റ്റ് ആവണ്ട, നേരെ ഇങ്ങോട്ട് കൊടുക്കുവാണേ. ഇതിലോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ അങ്ങ് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനിടണേ. എന്നിട്ട് ഒന്നങ്ങ് അടച്ചു വയ്ക്കാവേ. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇപ്പം ഒരു 5 മിനിറ്റായി. നമുക്കൊന്ന് അനക്കി കൊടുക്കാവേ. ഓൾറെഡി വെന്തതാണ് കേട്ടോ. ഇതായിപ്പം നമ്മുടെ ചക്കക്കുരെല്ലാം തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് സവോളയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ച് വെച്ച ഒരു മുറിത്തേക്ക് ഇതിൻ്റെ 2 സ്പൂണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അരപ്പിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വേപ്പിനും കൂടെ ഇട്ട് കേട്ടോ. തിളപ്പിച്ച് മാങ്ങയും കൂടെ ഒന്ന് വെന്തോട്ടെ. ഇപ്പം നമ്മുടെ ചക്കക്കുരും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റി അത്യാവശ്യം ചക്കക്കുരുക്കെ നല്ല നല്ല പാകമായിട്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയുണ്ടോ അതിലോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാമേ. ഒരു 1/2 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ അത്. അപ്പം നമ്മുടെ അരപ്പും കൂടെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തു. 2ാം വട്ടം തേങ്ങ അരച്ചത് ഒന്നങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ചക്കക്കുരു മാങ്ങിയിട്ട് വെന്തത് സൂപ്പറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്ത അരപ്പ് ഒന്ന് തിളന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങിയിട്ട് അത്യാവശ്യം നല്ല തിളച്ചു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു. എണ്ണ ചൂടായപ്പോൾ അതിലോട്ട് ഇത്തിരി കടുക് ഇട്ടു. ഒരു 2 തരി ജീരകം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. കടുകൊക്കെ പൊട്ടുന്നു. അതിലോട്ട് ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ?